ഹായ് കൂട്ടുകാരെ, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാഗിപ്പൊടി കൊണ്ടുള്ള ഒരു നൂലപ്പമാണ്. നമ്മൾ വീടുകളിലൊക്കെ സാധാരണ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾക്ക് ഷുഗറുകാർക്കും അതേപോലെ തന്നെ പല്ലിനും എല്ലിനും എല്ലാത്തിനും നല്ലൊരു റാഗി നൂലപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇസ്റ്റും കൂടി തയ്യാറാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബോണസ് ടിപ്പ് കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വളരെ ഗുണപ്രദമായുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടതായിട്ട് 2 കപ്പ് റാഗിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നല്ല തിളച്ച ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായി ഇളക്കി ആവശ്യം പോലെയുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അത് നൂലപ്പ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നല്ല ചൂടുവെള്ളം ആയിരിക്കണം, നല്ല തിളച്ച വെള്ളം. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇതേമാതിരി നമുക്ക് കുഴച്ച് വയ്ക്കാം. ഇനി അതിലേക്ക് വേണ്ടതായ ഒരു ഇസ്റ്റു കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസാണ് ഇട്ടിരിക്കുന്നത്. പച്ച ഗ്രീൻ പീസാണ് ഞാൻ ഇട്ടത്. കുറച്ച് ബീൻസ് ഇട്ട് കൊടുത്തു, കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുത്തു, ഒരു അര തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു, ഒരു ചെറിയ സവോള കട്ട് ചെയ്ത്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്. ഇനി നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി നമുക്കത് അടപ്പ് വെച്ച് വേവിക്കുക. ഒരു 3 വിസിൽ വരുന്ന വരെ നമുക്കത് വേവിച്ചെടുക്കാം. ഇതേമാതിരി നമുക്ക് മാവ് നല്ല മയമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് നാഴിയിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ട് അത് ചിറ്റിയെടുക്കണം. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ബോണസ് ടിപ്പ്. ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് വെറും റാഗിപ്പൊടി മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അരിപ്പൊടി കൊണ്ട് നൂലപ്പം ഉണ്ടാക്കണ പൊടി ഇതിൽ വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. കാരണം പിന്നെ കുറച്ച് സമയങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇത് നമ്മൾ ചൂടോടുകൂടി ഇത് കഴിച്ചാലാണ് ഇത് വളരെ നല്ലതായിരിക്കുക. അതാണ് ഇതിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇതേമാതിരി നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ നല്ല ചൂടോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് വളരെ ടേസ്റ്റായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾക്ക് അസുഖമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ നല്ലൊരു നൂലപ്പമാണ് ഇത്, റാഗി നൂലപ്പം. ഇതേമാതിരി നമുക്ക് ചിറ്റിയെടുക്കാം. ഇതിൽ തേങ്ങയൊന്നും കൂട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇസ്റ്റു തയ്യാറാക്കുന്നത്. അതും വളരെ കുറച്ച് ചേരുവകൾ മാത്രം എടുത്താണ് എടുക്കുന്നത്. ആ ഇസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റായിരിക്കും. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു. അത് വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലിറക്കി വെച്ച് നമ്മൾ നൂലപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതും വേവിച്ചെടുക്കാം. നമ്മുടെ ഇസ്റ്റു താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടാക്കുകയാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കടുക് ഇടാം. നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. 2 വറ്റൽ മുളക് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 2 വാൾനട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാൾനട്ട് നമുക്ക് വളരെ നല്ലതാണ്. അതെല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇസ്റ്റു നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ ഇസ്റ്റുവിൻ്റെ കൂടെ നമ്മൾക്ക് ആ നൂലപ്പം കഴിക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും. ഞാൻ ഈ ഇസ്റ്റു ഉണ്ടാക്കിയതിൽ വാൾനട്ട് ഇട്ടിട്ടുണ്ട്. അത് വാൾനട്ട് നമുക്ക് നല്ലതാണ്. ആഴ്ചയിൽ ഒരു 3 ദിവസം നമ്മൾ 1 or 2 വീതം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനും ഓർമ്മയ്ക്കും എല്ലാം നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഇസ്റ്റു തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം. അതേപോലെ തന്നെ നല്ലൊരു റാഗി ദോശയും നല്ലൊരു റാഗി സ്മൂത്തിയും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.